ആലപ്പുഴ ചെറുതനയിൽ 6 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. ആക്രമണത്തിന് ശേഷം നായ ചത്തു. കടിയേറ്റവരെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ദേവൻ MP ചേരുന്നു വിവരങ്ങളുമായി. ദേവൻ, എപ്പോഴാണ് തെരുവ് നായ ആളുകളെ കടിച്ചിരിക്കുന്നത്? ഈ നായയുടെ പരിശോധനകൾ ഏത് തരത്തിൽ നടക്കുന്നു? നായയ്ക്ക് പേവിഷബാധ ഉള്ളതാണോ? എന്തെങ്കിലും സ്ഥിരീകരണങ്ങളുണ്ടോ? ലക്ഷ്മി, ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ടാണ് ആലപ്പുഴ ചെറുതന ഭാഗത്ത് ഈ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി ഏകദേശം രാത്രിയോട് കൂടി തന്നെ ആദ്യം ഈ തെരുവുനായ ആക്രമിക്കുന്ന ഒരു 12 വയസ്സുള്ള കുട്ടിയാണ്. വീട്ടിലെ വളർത്തു നായയ്ക്ക് ഭക്ഷണം നൽകാനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു ഈ കുട്ടിയെ ആദ്യം തെരുവുനായ കടിച്ചത്. അപ്പോൾ ഈ വീട്ടുകാരെല്ലാം ബഹളം വെച്ചതോടുകൂടി നായ അവിടെ നിന്നും ഓടിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ഈ നായ ഇത്രയും ആൾക്കാരെ, പ്രദേശത്തുള്ള മറ്റാൾക്കാരെയും കടിച്ചിരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെയോട് കൂടി തന്നെ ഈ പഞ്ചായത്തിന്റെയൊക്കെ ജനപ്രതിനിധികൾ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ നിരവധി ആൾക്കാർക്ക് ഈ തെരുവുനായയുടെ ഒരു കടിയേറ്റതായി കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷം രാവിലെ നടത്തിയ തെരച്ചിലിൽ സമീപത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ നിന്നും ഈ നായ ചത്തുകിടക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒരു ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ നായയ്ക്ക് വിഷബാധയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. മാത്രമല്ല, ഈ കടിയേറ്റ എല്ലാവരെയും തന്നെ ഇപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്കുള്ള ചികിത്സയും നൽകി വരുന്നുണ്ട്. ലക്ഷ്മി. ദേവൻ MP ആണ് വിവരങ്ങൾ പങ്കുവച്ചത് ആലപ്പുഴയിൽ നിന്ന്.